ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബേബി പൊട്ടറ്റോ മുരിങ്ങയ്ക്ക അവിയലാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നെടുകെ പിളർന്നത്, 1/2 കിലോ ബേബി പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ച് തൊലി കളഞ്ഞെടുത്തത്, അരമുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 വറ്റൽമുളക്, 2 പച്ചമുളക്, 2 ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അല്പം വാളംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക വെന്തോന്ന് നോക്കാം. മുരിങ്ങയ്ക്ക പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബേബി പൊട്ടറ്റോ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് വേകുന്ന നേരം കൊണ്ട് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ, എടുത്തു വെച്ചിരിക്കുന്ന ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വറ്റൽമുളക്, ചുമന്നുള്ളി ഇതെല്ലാം കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് അരപ്പും ഇട്ട് നന്നായി ഇളക്കി മൂടി വെച്ച് അല്പം നേരം വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി പിഴിഞ്ഞ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ അവിയലിന് ഒരുപാട് പുളി ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഒന്നും കൂടെ മൂടി വെച്ച് നമുക്ക് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഈ സമയത്ത് തീ ഓഫാക്കി കൊടുക്കണം. ഇതാ നമ്മുടെ രുചികരമായ ബേബി പൊട്ടറ്റോ മുരിങ്ങയ്ക്ക അവിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി ഉടനെ കാണാം. ബൈ.